ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ജോർജ് അച്ഛൻ്റെയും മേരി ആൻറ്റിയുടെയും വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോവുകയാണ് ഗൈസ്. എളമ്പറയിലാണ് വീട്. നമ്മമ്മയുണ്ട്, പപ്പയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. ഹായ് കുഞ്ഞമ്മ, ഒരു ഹായ് പറഞ്ഞു കുഞ്ഞമ്മ. ഹായ് പറ. കാറൊക്കെ ഉണ്ട്. ബേസ്കോ എന്താ ബേസ്കോ എന്ന് പറഞ്ഞ എന്താ? അല്ല എന്താ ഇന്നലെ മുതൽ പട്ടിണി എന്താ പറഞ്ഞ്? ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ചാച്ചൻ പട്ടിണി എന്ന് പറഞ്ഞു കേട്ടോ. ശരിയാണോ? ആണോ ആൻറ്റി? ഇന്നലെ മുതൽ ഈ ചാച്ചൻ പരിപാടിക്ക് വേണ്ടിയിട്ട് പട്ടിണി എന്ന് പറഞ്ഞു. ശരിയാണോ? വന്ന മുതലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്നലെ മുതൽ പട്ടിണി എന്നത്തെ പരിപാടിക്ക് വേണ്ടത് പറഞ്ഞത്. ഞാൻ പേടിക്കാനില്ലേ? വീഡിയോ എടുക്കല് അങ്ങനെ വീഡിയോ എടുക്കും, യൂട്യൂബിലിടും. ഞാൻ യൂട്യൂബിലിടും. മേജറോട് ചെക്ക് മേജറൊക്കെ കാണുക. കുഴപ്പമില്ല. എന്നെ ഫേമസ് ആക്കൂടാ. ഹായ് കുറെ നാളായാലും കണ്ടിട്ട്. എന്നെ അറിയോ എന്നെ? എങ്ങനെ അറിയണേ? ചുമ്മാ പറയാ എന്നെ അറിയോ? ഇതാരാത്? നിന്നെ കണ്ടിട്ട് കുറെ നാളായില്ലടാ. നീ എവിടെയായിരുന്നുടാ? എന്നെ കാണാനില്ലോ. നീ എവിടെയായിരുന്നു? ഹായ് ചോറിനാണോ? ചോറല്ലോ, മസാല ദോശയോ? അച്ഛനോട് പറഞ്ഞേ പരമ പിടിക്കാം. പിന്നല്ലാണ്ട് സംസാരിച്ച നമ്മള് ഇതിന്റെ ആഡ് ചെയ്യണ്ടേ? അല്ലാച്ചാ ശരിയല്ലേ? സുന്ദരനാണ്. പിന്നെ അല്ലാണ്ട് നമ്മളിത് വീഡിയോ എടുക്കണോ, യൂട്യൂബിൽ ഇറങ്ങണോ, ചാച്ചനെയൊക്കെ അങ്ങ് വയറ് നോക്കി ചാച്ചൻ ഫുൾ ടാങ്ക് ആയി. അവന്മാരൊക്കെ ഓൾറെഡി പിടിച്ചു. ഇതാണ് നമ്മുടെ അരവിട. ഇത് നമ്മുടെ അരവിട. വീട് പറ. ഇത് അരവിടെന്ന് പറ. കൊച്ചപ്പന്റെ വീട്. കൊച്ചപ്പന്റെ വീട്ടിൽ എന്താ പരിപാടി പറ? കൊച്ചപ്പന്റെ വീട്ടിൽ എന്താ പരിപാടി എന്ന് പറ. അത് പറയാം. അതൊന്ന് ആൾക്കാർ കാണണ്ട, കാണുന്നവര് കാണണ്ട. അവിടെ എന്താ പരിപാടി? കൊച്ചപ്പന്റെ വീട്ടിൽ എന്താ പരിപാടി? ഹൗസ് വാമിംഗ് ആണ്. പെരർക്കുള്ളിൽ വന്നിട്ട് എന്താണ് കൊച്ചപ്പന് ഗിഫ്റ്റ് കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. സ്നേഹം മാത്രം. സ്നേഹമാണ് കൊച്ചപ്പനുള്ള ഗിഫ്റ്റ്. അതെ. ഹായ്, എന്നാ ചേരം? സുന്ദരനായിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സുന്ദരനായിട്ടിരിക്കണ്ടല്ലോ. ഞാൻ സുന്ദരനായിട്ട്. അത് താങ്ക് യു. കൊച്ചെ എടി ഷുട്ടുമണി. മുടിയെങ്കിലും കണ്ടോന്ന് ചിരിച്ചേ. കൊച്ചു ചിരിക്കണായിട്ട് ഇതാണ് കൈ നോക്കി കാണിക്കണം. കൈ അവള് വരണോ? അല്ല, ചിരിക്കാനുള്ള ആക്ഷൻ എടുക്കണേയാണ്. ആന്റി, അച്ഛൻ വന്നിട്ട് അച്ഛൻ തിരുമേനി എന്നാ പറഞ്ഞേ? അവരെന്താ പറഞ്ഞേ? തിരുമേനിയോട് പ്രാർത്ഥിച്ചു, ഉദാശ ചെയ്തു, ഉദാശ ചെയ്തു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. അതെ. ഫുഡ് കഴിച്ചോ? ചാച്ചൻ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചാച്ചനെ ഫുഡ് കഴിക്കാൻ പറ. ചാച്ചൻ ഇങ്ങനെ ആന്റി ഫുഡ് കഴിച്ചോ? കഴിക്ക. ഇത് എന്താ പൊന്നെ? അത് നോക്കിട്ടല്ല, മാറിയൊന്നും എല്ലാം കഴിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വിശക്കും. ഞാൻ കഴിച്ചു. ഇതേ വയറുണ്ടല്ലേ. എന്താണ് ഈ വീട്ടിലെ കുഞ്ഞൊക്കെ പറയാനുള്ളത്? കുഞ്ഞോളുടെ പുതിയ വീട് ഇങ്ങനെ പണിതു. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സന്തോഷം അല്ലേ? സന്തോഷമാണ്. വല്യന്നെ എന്ത്? കുഞ്ഞന്നെ വല്യന്നൊക്കെ എന്ത്? അകത്തുണ്ട്. നിങ്ങൾ എന്നെ എങ്ങനെയാ ആലോചിച്ചുകൊണ്ടിരിക്കണേ? നിങ്ങൾ എന്നെ പറഞ്ഞോണ്ടിരിക്കണേ?
നിങ്ങൾ എന്തേ പറഞ്ഞോട്ടിക്കണേ ഫാമിലിപരമായിട്ട്? ഹായ് വാടാ ബേസിലെ. ഹലോ ഹായ് ഹായ് പറഞ്ഞേ, ഹായ് എന്ന് പറഞ്ഞേ, ഹലോ എന്ന് പറഞ്ഞേ. ആ കൈ പൊക്ക്. ആ ചാച്ചനെ കൊണ്ട് ഹലോ പറയിപ്പിച്ചു. ഹായ്. യെസ് 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 ഹൈ ഹൈഫൈ. ഞാൻ ഹൈഫൈ ആട്ടെ. ഇത് ക്യാമറ നിന്ന ഞാൻ പിടിക്കൂടി. നോക്കി കൂടെ ഹലോ പറ. കൊച്ചതാ ആ വാ ഒരു ഹൈഫൈ താട്ടെ. എനിക്കൊരു ഹൈഫൈ താ. അമ്മേ എൻ്റെ കൈ. അമ്മേ എല്ലാവരും എന്നെ തല്ലുവല്ലോടാ. എന്തായാലും അവർ തല്ലണേ. എൽദോ എവിടെയാ? ഹായ് എൽദോ. ഹായ് ബ്രോ, നൈസ് ടു മീറ്റ് യു. ആ എടുക്കാൻ ആരെയാ? ആ എമ്മിനെ പിടിക്കാൻ പറയാം കേട്ടോ. ചേച്ചി കൊച്ചിനെ വിളിക്കണോ? ഹായ്. എങ്ക പാത്താലും ഞാൻ ഇവിടെ നെയ്യപ്പം കണ്ടിരിക്കാതെ നെയ്യപ്പം നോക്കിയതാണോ? നെയ്യപ്പം ആദ്യം കണ്ടായിരുന്നല്ലോ, പിന്നെ കാണാനില്ലത്. ഇവിടെ എവിടെയാണ് പഴം? നെയ്യപ്പം എവിടെ ഇരിക്കുമോ? നിങ്ങൾക്ക് അപ്പുറത്തേക്ക് വെക്കാം പാ. പക്ഷെ നെയ്യപ്പം ആദ്യം ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ഒരിക്കലുണ്ടാവില്ല. പിടിയാ ശരിയാട്ടോ. ഓ മാൻ. ഒളിച്ചേക്കോണോ? ആ ഓക്കെ. നമസ്കാരമുണ്ട്. പിടിച്ചേക്കുവാ. എന്നാ ചോരം? നമസ്കാരം. അവിടെ സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയുണ്ട്? അവിടെ നിന്ന് പരിപാടി ഉണ്ടോ? എന്നാ പരിപാടി? 9 മുതൽ 4 വരെ പരിപാടി. സമാപനം ആണോ? നിങ്ങൾ നാട്ടുകാർ ഭയങ്കര ഇഷ്ടമല്ലോ അല്ലേ? അല്ലേ പരിപാടി വരാലോ. എന്നാ വന്നല്ലോ. ഇവിടെ എന്നോട് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞോ എടാ ആവശ്യമില്ലല്ലോ. ഇവനാണോ വിഷയം? ഹായ് ബ്രോ. യൂട്യൂബിലേക്ക് വരും. ഹായ് ബ്രോ. വീട് പണി ഹൗസ് വാമിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ട് ഹൗസ് വാമിംഗ്? നന്നായിരുന്നു. തിരുമേനി വന്നിട്ട് എന്നാ പറഞ്ഞേ? തിരുമേനി പ്രത്യേകിച്ച് തന്നെ പറയാൻ പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു. ആ അങ്ങനെയുണ്ട്. വിളിച്ച ആൾക്കാരൊക്കെ വന്നോ? വിളിച്ച ആൾക്കാരൊക്കെ മിക്കവാറും തന്നെ വന്നോണ്ടിരിക്കണോ? നിങ്ങളവിടെ എന്താ അനൂപ് ജേക്കബൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടെ? ചാച്ചന അവിടുത്തെ മെയിൻ ആളെന്ന് പറഞ്ഞിട്ട് ശരിയാണോ? സ്വിറ്റ്സർലൻഡിലെ മെയിൻ ആള്, അവിടുത്തെ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ഒക്കെയാന്ന് പറഞ്ഞിട്ടു. ഞാൻ ആ ഒരു നാട്ടുകാരനാണ്. നാട്ടുകാരനായതിനാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പരിപാടിയൊക്കെ സമാപന സമ്മേളനം. നമ്മുടെ MLA തന്നെ എടുക്കണു. MLA അവിടെ മിക്കവാറും ഉണ്ടല്ലോ. ഇത്ര അടുത്ത നിങ്ങൾ എന്നാ പോണേ? എന്താ പൊന്ന് ചാച്ചാ, വീട്ടിലിരുന്നാ കേൾക്കാം ഒരുവിധം പരിപാടികളൊക്കെ. അതെ. അപ്പൊ അത് കാരണം നമ്മൾ പോകാറില്ല. എന്ന് പോണം, ഒന്ന് പോയി കണ്ട്. ഞാൻ ദിവസത്തിൽ 3 പ്രാവശ്യം പോയി കൊണ്ടുവന്ന സ്ഥലമാണ്. പശുവിനെ കെട്ടാൻ രാവിലെ പോകും, ഉച്ചയ്ക്ക് മരി കെട്ടാൻ പോകും, വൈകുന്നേരം കഴിക്കാൻ പോകും. അപ്പൊ പിന്നെ അവിടെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പോക്കിന്റെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം സ്ഥലമാണ്. എന്നാലും ഒന്ന് പോവാ. പിന്നെ ഇങ്ങനെ നടന്നാൽ മതിയോ? എങ്ങനെ നടന്നാ പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇങ്ങനെ നടന്നാൽ മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സദ്യ ഉണ്ടാകൊണ്ടാന്നൊക്കെ ഉണ്ട്. കല്യാണം അതിപ്പോ അല്ലേ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടണം.
അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ താല്പര്യക്കുറവൊന്നുമില്ല, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, പെണ്ണില്ല. ആ അപ്പൊ ഈ കാര്യം അറിയാം. ഒരു സ്ഥലത്തും കാണാൻ പോയോ? കാണാൻ പോയതല്ല, നമുക്ക് പറഞ്ഞ പോലെ ഒരു 10 കയ്യിലുണ്ട്, പക്ഷെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. പപ്പേ പറഞ്ഞേ നോക്കണം കേട്ടോ. സെലക്ട് ചെയ്തിട്ട് 10 ഉണ്ടെങ്കിൽ 10 അതിൽ കിട്ടണ എടുക്കുക. പിന്നെ എന്തായാലും അങ്ങനെ അത് നല്ലൊരു തീരുമാനമാണത്. ഞാൻ തമാശ പറഞ്ഞല്ല, കെട്ടണ്ടെങ്കിൽ നേരത്തെ കിട്ടണം, അല്ലാണ്ട് പിന്നെ കെട്ടണ്ട, ഉറപ്പിനെ കെട്ടാണ്ടിരിക്കുവോ? പിന്നെ എന്നെ പറഞ്ഞേ, ഞാൻ പിന്നെ നമ്മള് പറയാത്തോണ്ടാണ് നമ്മൾ അതെ ചാച്ചനൊക്കെ ഇത് എല്ലാവരും പറയണം, എന്നാലാണ് നമുക്കൊരു എന്റെ അച്ഛന്റെ മുടി മുടിയേ ഇങ്ങനെ മുടിയല്ലേ, അതിനെ മൊത്തം മൊട്ടയടിക്കാൻ പെണ്ണ് കിട്ടും. ഒറ്റയടിച്ചാൽ പെണ്ണ് കിട്ടുമോ? സൂടാൻ പോയി 2 രൂപ കൂടി സൂടാൻ പോയി കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു പരസ്പരം ഒരു കാര്യം മറച്ചു വെക്കരുത്, വീഡിയോ കിട്ടട്ടെ. പാലക്കാട്ടുകാരൊക്കെ മെയിനായിട്ട് എനിക്ക് എന്താ പാലക്കാട് എന്നാ വിശേഷം? അവിടെ വെയിലുണ്ടോ മഴയുണ്ടോ എന്താണ് അവിടെ? മഴയുടെ ആവശ്യം വെയിലുണ്ട്. ആവശ്യത്തിന് മഴയുണ്ട്, ആവശ്യത്തിന് വെയിലുണ്ട്. അവിടെ വേറെ എന്നാ വിശേഷങ്ങള്? ഈ പ്രാവശ്യം വേലയ്ക്ക് വരുന്നോ? വേലയ്ക്ക് ദുഃഖവെള്ളിയാഴ്ച ചേർന്നു പോയിരുന്നോ? ആ ഞങ്ങൾ വരാഞ്ഞതുകൊണ്ടാ, ദുഃഖവെള്ളിയാഴ്ച ചെയ്യണ്ട അല്ല നിങ്ങൾ വന്നേനെ. പിന്നെ അല്ലാണ്ട് ഉറപ്പായിട്ട് വന്നേ വേലയ്ക്ക് വരുന്നതാണോ? ഇല്ലോ, പെരുന്നാൾ മറ്റേ ദുഃഖവെള്ളിയാഴ്ച ചേർന്നില്ലേ? അല്ലെന്ന് വേല നെന്മാറ വേല ഈ കൊല്ലം നെന്മാറ വേല അടിപൊളിയാക്കണം. ഈ കൊല്ലം അടുത്ത കൊല്ലം 2027 2027 എന്താ? ഹായ്, നിലത്തറല്ലേ? സൂപ്പറാണോ? വീട് പിടിച്ചില്ല. പാലക്കാട് എന്നാണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കണം. പാലക്കാട് വെയിലുണ്ടോ? ഇതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ. ഇതുപോലെ തന്നെ. ഓ എന്താ ഉണ്ണി? ആ ഉണ്ണി എന്താ കാണിക്കണല്ലേ? ഉണ്ണി എടാ ഉണ്ണി, എന്താ ഉണ്ണി? നീ ഇതിന്റെ ബാ നമുക്ക് ഹോം ടൂർ ചെയ്യാം. ബാ ഹോം ടൂർ ചെയ്തിട്ടില്ല ഗൈസ്, ഞങ്ങൾ ഹോം ടൂർ ചെയ്യാൻ പോണ ഗൈസ്. ബാ ഹോം ടൂർ ചെയ്യാം. ബാ അല്ലേ അല്ലേ, എന്നാ ഞാൻ പോയി ഹോം ടൂർ ചെയ്യാം. ഇവനാ എന്തിനാ പിടിക്കാൻ പിന്നെ? ഇപ്പൊ പേടിപ്പിച്ചു തന്നെ. പേടിപ്പിച്ചോ? അത് സാറില്ല കേട്ടോ. ഐസ്ക്രീം കഴിച്ചിട്ടോ പേടി പറ. അപ്പൊ നിനക്ക് പേടിയില്ല അല്ലേ? ഹായ്, എങ്ങനെയുണ്ടായിരുന്നു പേരൂടൽ? എങ്ങനെയുണ്ടായിരുന്നു ഫംഗ്ഷൻ? അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പർ പരിപാടിയായിരുന്നു. തിരുമേനി എന്നിട്ട് തന്നെ പറഞ്ഞത്, തിരുമേനിയുടെ മെയിൻ ആളാണ് നിൽക്കുന്നത്, നമ്മുടെ വീട്ടിലെ മെയിൻ ആളാണ്. എന്താണ് പേരൂടലിനെ പറ്റി പറയാനുള്ളത്? വളരെ അനുഗ്രഹീതമായ നിമിഷമായിരുന്നു. ഒരു ടി വി വെക്കണമല്ലോ, ഇനി ഒരു 80 ഇഞ്ചിന്റെ ടി വി വെക്കാം. 80 ഇഞ്ചിന്റെ ടി വി വേണ്ട, അത് കാണാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഒരു 55 വരെ വയ്ക്കാം. 55 വരെ വയ്ക്കാം. ഗവൺമെന്റ് ജോലിക്കാരെ ആർക്കാ വേണ്ടേ? ആർക്ക് ഗവൺമെന്റ് ജോലിക്കാരെ വേണ്ടേ? പഞ്ചായത്ത് മെമ്പറോ? ഓ ഇത് പഞ്ചായത്ത് മെമ്പർ അല്ലേ? നിങ്ങള് ഇത് പഞ്ചായത്ത് മെമ്പറോ? എന്താ വിചാരിച്ചേ? അത് മറന്നുപോയി. അതൊന്നും അറിയില്ലേ? പഞ്ചായത്ത് മെമ്പർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർ. കുറച്ചെടുക്കണു ഗൈസ്, നിങ്ങൾ നോക്കൂ. UDF മെമ്പറാണ്. എങ്ങനെയുണ്ട്? അഴിമതിയൊക്കെ ഉണ്ടോ? ആന്റിയോട് പറഞ്ഞിട്ടേ മറ്റേ ഒരു കാര്യം ചെയ്യാം, നീ കാർ എടുക്കോ, ഞങ്ങളെ ഹോസ്പിറ്റലാണ്. ഞങ്ങൾ പോയി കണ്ടിട്ട് വന്നല്ലേ? ഞങ്ങൾ പോയി അവിടെ ഇല്ല, അവൻ ആശുപത്രി 5-6 ദിവസമായി.
എങ്ങനെ പോണു പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളൊക്കെ? പറ. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ ചാച്ചന്റെ പെരാർക്കുളിനെ പറ്റി എന്താണ് രണ്ട് വാക്ക് സംസാരിക്കുക? രണ്ട് വാക്ക് സംസാരിക്കുക. പഞ്ചായത്ത് മെമ്പറിനാണ്, പഞ്ചായത്ത് മെമ്പറിന്റെ മോളാണത്. അതെ, രണ്ട് വാക്ക്. ഈ പഞ്ചായത്ത് അല്ലാത്തോണ്ടല്ലേ? അത് നമ്മുടെ ആൾക്കാരുടെ അടുത്ത് വരുമ്പോഴാണ് പറയുള്ളൂ. ഹായ് ഹായ്. നമ്മൾ യൂട്യൂബിലിടും. ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ ആള്, മേജർ ജോയ്. മേജർ ജോയ് എന്ന് പറയുമ്പോൾ പാലക്കാട് നെന്മാറയുടെ രോമാഞ്ച കഞ്ചുകമാണ്. അവിടുത്തെ പെൺപിള്ളേരൊക്കെ ഭയങ്കര ഫാൻസ് ആയിട്ടുള്ള ആളാണ് മേജർ ജോയ് എന്ന് പറയുന്നത്. ഇത് ബേസിലാണ്, ബേസിൽ എൽദോസ്. ബേസിൽ എൽദോസ് നെന്മാറയുടെ അടുത്ത മണിമുത്താണ് ഈ കാണുന്നത്. നെന്മാറയുടെ മണിമുത്ത് ഒരുപാടുണ്ട് ഇവിടെ. ഇത് വേറൊരു മണിമുത്താണ്. സോളി ഞാൻ ഇങ്ങനെ കൈ പിടിച്ചു തന്നെയാ വാനം, അല്ലാണ്ട് ഞാൻ ആരുടെ വീഡിയോ ഒന്നും പിടിക്കണമെന്നില്ല. അതേ മാറിക്കണോ? ഞങ്ങളെ മാറിക്കണവരെ അവർ ശ്രദ്ധിക്കുള്ളൂ. ഹായ് ഗൈസ്, ഹൈഫൈ ഹൈഫൈ. ജർമ്മൻ ഗൈസ്, ഇത് ഈ കൂട്ടത്തിലെ ഈ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും ലുക്കായിട്ട് വന്നിരിക്കുന്ന ചെറുക്കനാണത്. വന്നേ കടന്നവര്. അമേരിക്കയിലല്ല, ഇംഗ്ലണ്ടല്ലേ? ഇംഗ്ലണ്ടാണോ സ്കോട്ട്ലൻഡിലാണോ? ഇംഗ്ലണ്ടിൽ എന്നാണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കണം. അവിടെ മഴ, വെയില്, കാറ്റ് എല്ലാം ഉണ്ടോ? നല്ല ചൂടാണ്. തണുപ്പാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡൗട്ട്. ആ ഡൗട്ട് എന്നാ വെച്ചാൽ, അല്ല വേണ്ട, അത് ചോദിക്കണ്ട. കൊച്ചുങ്ങളെന്തേ? അല്ലെങ്കിൽ ചേച്ചി എന്തേലും വൈഫിനെ കാണാനില്ല. ഞാൻ ചാച്ചനെ കാണുമ്പോ എനിക്ക് ചാച്ചാന്ന് വിളിക്കാൻ നല്ല ചെറുപ്പക്കാരനായിട്ട് വന്നോണ്ടിരിക്കുക. ലുക്കായിട്ട് വന്നോണ്ടിരിക്കുന്ന ആള് ഞാൻ എങ്ങനെ ചാച്ചാന്ന് വിളിക്കും? അല്ല, ചെറുപ്പക്കാരനായിട്ട് വന്നില്ല. അപ്പൊ ഞാൻ ചാച്ചാന്ന് വിളിക്കണ കുഞ്ഞിതായി അല്ലേ? ശോശാമ്മ കുഞ്ഞമ്മ, അറിയാമ്മ കുഞ്ഞമ്മ, പിന്നെ കുഞ്ഞമ്മ ഏലാമ. ശോശാമ്മ കുഞ്ഞമ്മ, അറിയാം കുഞ്ഞമ്മ, ഏലാം കുഞ്ഞമ്മ. ഏതിലും കുഞ്ഞമ്മയാലോ? ഇപ്പൊ കുഞ്ഞമ്മ വിളിയാക്കൂലോ. നിങ്ങൾ എവിടെ പോണു? നിങ്ങളൊരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ചാടിക്കയറി. നിങ്ങൾ ഈ പാലക്കാട് നിന്ന് തന്നെയല്ലേ? നിങ്ങൾ ചാടിക്കയറി പോയിട്ട് എന്നാ കാര്യം? നിങ്ങളല്ലേ ഇവിടുത്തെ മെയിൻ ആൾക്കാർ. ഞാൻ വരാറുണ്ട് ഇടയ്ക്ക്. ഞാൻ ആ വഴി ഇടയ്ക്ക് വരാറുണ്ട്. ഹായ്. ഇവരുടെ ഇല കളയാനാ? ഇല കളയാൻ ചാച്ചിന് പറഞ്ഞോളൂ. എല്ലാം സെറ്റ് ചെയ്യാം. അത് നമുക്ക് അത് കൈകാര്യം ചെയ്യാം. അത് അവളെന്താ എന്നെ മുമ്പ് എല്ലാം കിട്ടണല്ലോ. കണ്ണിനെ പറ്റിയേ ആ പെണ്ണോട് പറയാ, 4 ഇങ്ങനെ നീട്ടി എതിർത്തോ ചൂരിൽ വെച്ച് 4 പൊട്ടികൾ ചന്തി കൊടുക്കുക. അപ്പോൾ അതെ വെള്ള ചെറുക്കൻ അല്ലെ? ഇങ്ങനെ അങ്ങനെയല്ല ആൻറ്റി പറയാൻ കാര്യമായിട്ട്. എടി പെണ്ണേ, നീ ഏതെങ്കിലും ചെറുക്കനെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പറയാന്ന് പറയണം. അത് പറ. പിന്നെ ഇപ്പൊ ഇന്നതാണ് മറ്റതാണ് മറിച്ചാണ് ഇന്ന ജാതി ഒന്നും ചിന്തിക്കണ്ട. അത് കെട്ടിച്ചു കൊടുക്കുക. അത് കെട്ടിച്ചു കൊടുക്കാൻ നോക്ക്. ഉള്ളായാലും കുഴപ്പമില്ലാന്ന് പറ. നീഗ്രോ ആയാലും കുഴപ്പമില്ലാന്ന് പറ. പോവാണോ? പോവല്ലേ? നിക്കുന്നു. ഹായ് 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 ഹായ്. വീഡിയോ എടുക്കണേ. ഹായ് 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 ഹായ്ടാ. ഇൻവേർട്ടറാണോ അവൻ? ഹായ് ഹായ്. കുഴപ്പമില്ല, ഭയം പിടിച്ചിരുന്നാലും കുഴപ്പമില്ല. പാലക്കാട്ടുകാര് അരമണിക്കൂർ വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പോവാന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പാലക്കാട്ടുകാര് ഇങ്ങനെ? നിങ്ങൾക്ക് വന്നിട്ട് രാത്രിയൊക്കെ പോയാൽ പോരെ? വീടെത്തണമെങ്കിൽ 4 മണിക്കൂർ ട്രാവൽ വരെ. 4 3 മണിക്കൂറോ? റോഡ് നല്ല രസമാണ് പോവാനേ. ആണോ? അപ്പൊ കുഴപ്പമില്ല. വണ്ടി എവിടെ? നിങ്ങളുടെ വേലക്ക് വരുമോ? ഉറപ്പന്നെ. നെന്മാർക്ക് കഴിഞ്ഞ കൊല്ലം വന്നല്ലേ? ഇതിന് 10 കൊല്ലം. ഈ കൊല്ലം ഇതാർന്നില്ലേ? മറ്റേ സാധനം അറിഞ്ഞില്ലേ? ഏതാ
ബുക്ക് വെള്ളിയാഴ്ച ആ വരുന്ന 2 മാസം വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റൂം ഒരു കട ഒരു പേരെ വാടക എടുക്കുക ഒരു മാസത്തേക്ക്. കള്ളുടിക്കാനാണോ? കള്ളുടിക്കാനല്ല, നമുക്ക് വെടിക്കെട്ടും കണ്ട സ്വാട്ടൊക്കെ ഉറങ്ങാനോ. അങ്ങനെ നമുക്ക് തന്നെ വെടിക്കെട്ട് ചെയ്യാൻ വേണ്ടല്ലോ. നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് നേരത്തെ പോയി ആ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കണം, എന്നാലേ കാര്യമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ നമ്മൾ പെട്ടുപോയി അല്ലേ? സോളി എവിടെയായിരുന്നു നിന്നേ? നിങ്ങൾ അമ്പലത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ നിന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നു മോളെ ശ്വാസം മുട്ടിപ്പോയി. ഞാൻ എന്നിട്ട് ഒരു ഐസ്ക്രീം വണ്ടിയുടെ കാലമേ കുത്തി ചവിട്ടി കയറി നിന്നാണ് ഞാൻ ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. വീണോ? വീണ എവിടെ? എൻ്റെ വീടിനെ പറ്റിയ തിരിഞ്ഞ അവിടെ അവിടെ ഒന്നുമില്ലോ, ചെളിയൊന്നുമില്ലോ. കുറച്ച് ചെളിയൊക്കെ ആവണ്ടേ എൻ്റെ ആൻറ്റി വീഴുന്ന് പറയുമ്പോൾ അല്ലേ? കഴുകിയതാണോ? കുഴപ്പമില്ല. നീ എന്റെ കണ്ടമാനം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശം? പാലക്കാട്ട് പെമ്പിള്ളേർ ഇഷ്ടമായിരുന്നു, ഒന്ന് കൂടെ കൂടുതലെന്ന് മാത്രം. പെമ്പിള്ളേർ ഇഷ്ടമായിട്ടുണ്ട്. ധവനിട്ടുള്ളതാണല്ലേ? ധവനിട്ടാൻ്റെ ബേസിലിട്ടാൻ്റെ ധവനിട്ടാൻ്റെ ബേസിലിട്ടാൻ്റെ ഈ ബേസിലൊക്കെ പാവം ബേസിലൊക്കെ ഉണ്ടല്ലേ? ബേസിൽ ക്യാമറ ഇട്ട് ഞാൻ അനങ്ങില്ല. കുറച്ചത്തേക്ക് ചേട്ടാ അനങ്ങാനാണ് ഇങ്ങനെ നിൽക്കില്ല. ഇതല്ലേ വയനാട് അവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടോ? വയനാട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സേഫാണ്. ചുരം ഒരു 3 ദിവസമായിട്ട് ബ്ലോക്ക് ഉണ്ട്. അടച്ചിട്ടേക്കുമല്ല, ബ്ലോക്കാണ്. രാത്രി വലിയ വണ്ടി മാത്രം ഉള്ള വണ്ടിക്കാരുടെ നീ വന്നിട്ട് നിനക്ക് ഉദ്ദേശിച്ച കാര്യം വല്ലതും നടന്നോ? നടന്നില്ല എന്ന് പറയല്ലേ രാജോ? നീ എന്തോ നടന്നു? ചെറുതായിട്ട് ലേശം പൊടിക്ക ലേശം ഇച്ചിരി നടന്നില്ല. ഇല്ല എടുക്കണ ഞാൻ ഉടായ്പ കാണിക്കും. എന്താണ്ട്ര ഉണ്ണി? ആൾക്കാർ കാണട്ടെ ഉണ്ണി. എന്താണ്ട്ര ഉണ്ണി? വിഷയാണല്ലേ? വിഷയക്കാരനാ? ആരും കാണില്ല. എന്റെ കല്യാണോ? മെറിന്റെ നിന്റെ അപ്പനെ അതി വന്നു പറഞ്ഞ് എന്നെ ഉടക്കുണ്ടാക്കിട്ടാ. എവിടെ എപ്പോ പറഞ്ഞോണ്ട് അന്ന് വന്നു പറഞ്ഞത് എവിടെയെന്ന് വെച്ച് ഞങ്ങൾ വന്നു. ഞങ്ങള് വള്ളം കൂടി പോയിട്ട് വരാൻ. അപ്പൊ വരാം. അപ്പൊ എവിടെ ഞാൻ ഇന്നലത്തെ പറയുമ്പോഴേ ഞങ്ങൾ ഇത് വാന്ന് പറയുമ്പോ പറഞ്ഞു, നിന്റെ അപ്പം പറഞ്ഞു ഞാൻ തൃശ്ശൂർ അല്ല വടക്കേരി കഴിക്കുന്നു. അതെവിടെ വെച്ചായിരുന്നു? എവിടെ പോയി? എന്ത് പരിപാടിക്കായിരുന്നു? ഒന്നും പോയാലും പേരെ കളിപ്പിച്ചതാ. വെറുതെ പറഞ്ഞാലേ എന്നെ കളിപ്പിച്ചതാ. ശരി കേട്ടാ. ഓക്കെ ഓക്കെ ബ്രോ. ഓക്കെ നൈസ്. സ്നാപ്പാണോ? ഹായ് പാലക്കാട്ടുകാർ പാലക്കാട്ടേക്ക് പോയി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടില്ലായിരുന്നല്ലോ? എവിടെയായിരുന്നു? ഞാനിനി ആന്റീനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുവായിരുന്നു. പക്ഷെ ആന്റീനെ അല്ല എല്ലാവരും എടുത്തു, ആന്റീനെ മാത്രം എടുക്കാത്തേ ഉള്ളൂ. എന്താ ശേഷം മമ്മി പപ്പ ദേണ്ടേ വാ. അവള് പുറത്തല്ലേ? ഇവനെ ഇതിന്റെ ഒടയക്കാരി ഒന്ന് ചോദിക്കാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞു ഒടയക്കാരി ഇവിടെ ഉണ്ട്, സംഗതി ഇവിടെ ആകുന്നു. എല്ലായിടത്തും അന്വേഷിച്ചു കണ്ടില്ല. എനിക്ക് എല്ലാവരും അറിയാവുന്ന ആരോടൊക്കെ വർത്താനം പറഞ്ഞ കാണുന്നവരൊക്കെ വർത്താനം പറയുന്നു. Hi bro. Hi. Give me a high five. Give me a high five. Ambada pulusu. Give me a high five bro. Midukan.